ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ക്രിസ്തുവിലുള്ള സഹോദരങ്ങളെ, ദൈവസ്നേഹത്തിൻ്റെ ഈ ഒരു പുതിയ പ്രഭാതത്തിലേക്ക്, തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ജീവനും ശ്വാസവും നമുക്ക് ദാനമായി നൽകിയ സർവശക്തനായ ദൈവത്തിന് നമുക്ക് മഹത്വം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഭവനങ്ങളെയും ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും ജോലി സ്ഥലങ്ങളെയും വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഈ നിമിഷം നമ്മുടെ എല്ലാവരോടും കൂടെ വസിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥവും സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗമാണ്. അനന്തരം യഹോവ മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, 1-ാം മാസം 1-ാം തീയതി നീ സമാഗമന കൂടാരമെന്ന തിരുനിവാസം നിവർക്കണം. സാക്ഷ്യപെട്ടകം അതിൽ വെച്ച് തിരശീല കൊണ്ട് പെട്ടകം മറയ്ക്കണം. മോശ കൊണ്ടുവന്ന് അതിൻ്റെ സാധനങ്ങൾ ക്രമത്തിൽ വയ്ക്കണം. നിലവിളക്ക് കൊണ്ട് അതിൻ്റെ ദീപം കൊളുത്തണം. ധൂപത്തിനുള്ള പൊൻപീഠം സാക്ഷ്യപെട്ടകത്തിന് മുൻപിൽ വെച്ച് തിരുനിവാസ വാതിലിൻ്റെ മറശീല തൂക്കണം. സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിൻ്റെ വാതിലിന് മുൻപിൽ ഹോമയാഗ പീഠം വയ്ക്കണം. സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും നടുവിൽ തൊട്ടിവെച്ച് അതിൽ വെള്ളമൊഴിക്കണം. ചുറ്റും പ്രാകാരം നിവർത്ത് പ്രാകാരവാതിലിൻ്റെ മറശീല തൂക്കണം. അഭിഷേക തൈലമെടുത്ത് തിരുനിവാസവും അതിലുള്ള സകലവും അഭിഷേകം ചെയ്ത് അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ശുദ്ധീകരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ ഈ തിരുവചനത്തിൽ ദൈവം മോശയോട് ഒരു പ്രത്യേക നിർദ്ദേശം നൽകുന്നതായിട്ടാണ് നാം കാണുന്നത്. സമാഗമന കൂടാരം സ്ഥാപിക്കേണ്ട സമയവും രീതിയും അതിലെ വിശുദ്ധ ഉപകരണങ്ങളെ എങ്ങനെ ക്രമീകരിക്കണമെന്നും കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അവസാനം എല്ലാം വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് ദൈവത്തിന് സമർപ്പിക്കുവാനും കൽപ്പിക്കുന്നു. ഈ തിരുവചനം നമ്മെ ഒരു വലിയ ആത്മീയ സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവം ആശയക്കുഴപ്പത്തിൻ്റെ ദൈവമല്ല, ക്രമത്തിൻ്റെ ദൈവമാണ്. ദൈവം പ്രവർത്തിക്കുന്നിടത്ത് വിശുദ്ധിയും ക്രമവും അനുസരണവും ഒരുമിച്ച് നിലകൊള്ളുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതം തിരക്കുകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ആധുനിക ലോകം. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ എന്ന് ചോദിക്കേണ്ടുന്ന ഒരു സമയമാണിത്. സമാഗമന കൂടാരം പണിതതുപോലെ ദൈവം ഇന്നും നമ്മുടെ ഹൃദയത്തെ തൻ്റെ വാസസ്ഥലമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ദേവാലയം നിർമ്മിക്കുമ്പോൾ ഓരോ കല്ലും പ്രാധാന്യമുള്ളതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ഓരോ ചെറിയ അനുസരണവും വിലപ്പെട്ടതാണ്. ദൈവം മോശയോട് പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നായിരുന്നു. അതാണ് വിശുദ്ധിയുടെ അടിസ്ഥാനം. നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതല്ല വിശുദ്ധി, ദൈവഹിതപ്രകാരം ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശുദ്ധി. ഇന്നത്തെ ലോകം നമ്മെ പല വഴികളിലേക്ക് വിളിക്കുന്നു. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നു, നിന്റെ ഹൃദയം എനിക്ക് സമർപ്പിക്കൂ. നമ്മുടെ കുടുംബം ഒരു ചെറിയ ദേവാലയമാകട്ടെ. നമ്മുടെ പ്രാർത്ഥനാ മുറി ഒരു സമാഗമന കൂടാരമാകട്ടെ. നമ്മുടെ വാക്കുകൾ ധൂപസൗരഭ്യം പോലെ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. നമ്മുടെ പ്രവർത്തികൾ യാഗബലിയാകട്ടെ. തിരുവചനത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് എല്ലാം അഭിഷേകം ചെയ്യുവാൻ ദൈവം കൽപ്പിക്കുന്നു. അഭിഷേകം എന്നത് ദൈവത്തിന് വേർതിരിച്ചു നൽകപ്പെട്ട ജീവിതത്തിൻ്റെ ഒരു അടയാളമാണ്. ഇന്ന് നമുക്കും ഒരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാം. എൻ്റെ സമയം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചതാണോ? എൻ്റെ തൊഴിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒന്നായിട്ട് എനിക്ക് മാറ്റുവാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടോ? എൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണോ? ഒരു മനോഹരമായ ദേവാലയം പുറത്തുനിന്ന് കാണുവാൻ എത്ര മനോഹരമായാലും
അകത്ത് ദൈവ സാന്നിധ്യമില്ലെങ്കിൽ അതിന് യാതൊരർത്ഥവുമില്ല. ആയതുപോലെ പുറമേ വിശ്വാസിയുടെ രൂപമുണ്ടായിട്ടും ഉള്ളിൽ ദൈവമില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ശൂന്യമാകും. പ്രിയ സഹോദരങ്ങളെ, ഓരോ പ്രഭാതവും ദൈവം നമ്മുടെ ജീവിതത്തെ വീണ്ടും വിശുദ്ധീകരിക്കുവാൻ വിളിക്കുന്നു. ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ബന്ധങ്ങളും ജോലികളും നമ്മുടെ സ്വപ്നങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം ആദ്യമായാൽ ബാക്കിയുള്ളതെല്ലാം അവിടുന്ന് ക്രമപ്പെടുത്തും. സമാഗമന കൂടാരം ദൈവമഹത്വത്താൽ നിറഞ്ഞതുപോലെ നമ്മുടെ ജീവിതവും കർത്താവിൻ്റെ മഹത്വത്താൽ നിറയട്ടെ. നമ്മുടെ മക്കൾ ദൈവഭയത്തിൽ വളരട്ടെ. നമ്മുടെ വീടുകളിൽ സമാധാനം വാഴട്ടെ. രോഗികൾക്ക് സൗഖ്യം ലഭിക്കട്ടെ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ ലഭിക്കട്ടെ. പാപത്തിൽ അകപ്പെട്ടവർ മനസാന്തരത്തിലേക്ക് തിരികെ മടങ്ങി വരട്ടെ. ഇന്ന് ഒരു പുതിയ തുടക്കമാകട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും തൻ്റെ വിശുദ്ധ കൂടാരം സ്ഥാപിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ വിശുദ്ധ ആലയമാക്കി മാറ്റണമേ. അശുദ്ധമായ എല്ലാ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അകറ്റി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വീടുകളെ സമാഗമന കൂടാരങ്ങളെ പോലെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും സമാധാനവും നിറയ്ക്കണമേ. ഞങ്ങളിലെ രോഗികളായവർക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹീതമായ വഴികളും വിദ്യാർത്ഥികൾക്ക് ജ്ഞാനവും വിവേകവും ശലോമോന് കൊടുത്ത ആ ഒരു ബുദ്ധിയും ജ്ഞാനവും അറിവും നൽകുമാറാകണമേ. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും അങ്ങയുടെ കൈ ഞങ്ങളെ നയിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയത്തിൻ്റെ മധ്യസ്ഥതയാലും സകല പരിശുദ്ധന്മാരുടെയും പരിശുദ്ധമതികളുടെയും കാവലും കോട്ടയും കർത്താവേ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും സന്തോഷത്തിലും ഞങ്ങളെ നിലനിർത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.